വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യാവസാനം വരെ കാണുക. ആൾട്ടേഡ് കണ്ടൻറ്റ് അത് യൂട്യൂബിൽ വന്ന പുതിയൊരു അപ്ഡേറ്റാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ആൾട്ടേഡ് കണ്ടൻറ്റ്. എന്താണ് ഈ ആൾട്ടേഡ് കണ്ടൻറ്റ്? ആൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്ന് വെച്ചാൽ മാറ്റം വരുത്തിയ ഉള്ളടക്കം. മാറ്റം വരുത്തിയ ഉള്ളടക്കം അല്ലെങ്കിൽ സിന്തറ്റിക് ഉള്ളടക്കം. അതായത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ, യഥാർത്ഥമല്ലാത്തതും നടക്കാത്തതും റിയലിസ്റ്റിക് അല്ലാത്തതുമായ വീഡിയോകൾ നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ, അത് എ ഐ ആപ്പിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച് എടുക്കുന്ന വീഡിയോകൾ ആണ് ഈ സിന്തറ്റിക് രീതിയിലുള്ള വീഡിയോകൾ വരുന്നത്. അതാണ് ആൾട്ടേഡ് കണ്ടൻറ്റ്. അങ്ങനെയുള്ള ആൾട്ടേഡ് കണ്ടൻറ്റ് വീഡിയോകളാണെങ്കിൽ യൂട്യൂബ് പറയുന്നത് നമ്മളവിടെ യെസ് ഓർ നോ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കണം, അഥവാ നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീഡിയോ ഒറിജിനൽ വീഡിയോ നമ്മുടെ ഫോണിൽ തന്നെ എടുത്തതാണെങ്കിലും അല്ലാതെ എഡിറ്റ് ചെയ്തതാണെങ്കിലും നടന്ന സംഭവങ്ങളാണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കതിന് നോ എന്ന് കൊടുക്കാം. ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ആൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒരു 3 ഓപ്ഷനുകൾ, അതായത് ഒരു 3 സെൻറ്റൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാനൊന്ന് വായിക്കാം. മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദാറ്റ് ദേ ഡിഡ് നോട്ട് സേ ഓർ ഡു. ഒരു യഥാർത്ഥ വ്യക്തി അവർ ചെയ്യാത്തതോ പറയാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതിനെക്കുറിച്ചാണ് ഈ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. ഒരു യഥാർത്ഥ വ്യക്തി ചെയ്യാത്തതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ, അതാണ് ഒന്ന്. അത് രണ്ടാമത്തേന്ന് പറയുന്നത് ആഫ്റ്റേഴ്സ് ഫൂട്ടേജ് ഓഫ് എ റിയൽ ഇവൻറ്റ് ഓർ പ്ലേസ്. അതായത് ഒരു യഥാർത്ഥ സ്ഥലത്തിൻ്റെയോ സംഭവത്തിൻ്റേതായ ദൃശ്യങ്ങൾ നമ്മൾ വേറെ രീതിയിലൂടെ ഒരു AI ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ, അതായത് ഒരു യഥാർത്ഥ സ്ഥലത്തിൻ്റെയോ സംഭവത്തിൻ്റെയോ ദൃശ്യങ്ങൾ വേറെ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് ചിത്രീകരിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് നോട്ട് ആക്ച്വലി ഒക്കർ. അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു റിയലിസ്റ്റിക് ദൃശ്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ, അതായത് സംഭവിക്കാത്ത ഒരു കാര്യം യഥാർത്ഥമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ AI ക്യാമറയിലൂടെ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ പല യൂട്യൂബ് ടെക് ചാനലുള്ളവരും നമ്മളെടുത്ത് പറയുന്നുണ്ട്, AI ക്യാമറയിലൂടെ വീഡിയോ ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ അവരിടുന്നുണ്ട്. പക്ഷേ ഈ AI ക്യാമറയിലൂടെ നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ പുതിയതായിട്ട് AI ക്യാമറ വെച്ചുള്ള വീഡിയോയുടെ നിർമ്മാണം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ മുഖത്തിന് പകരം മറ്റൊരാളുടെ മുഖം കൊടുക്കുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് എടുത്ത്, അല്ലെങ്കിൽ ഒരു ഭാഗം എടുത്തിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് വേറൊരാളുടെ മുഖം എഡിറ്റ് ചെയ്ത് കയറ്റി അങ്ങനെയുള്ള വീഡിയോയും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാറോട്ട മത്സരം നടത്തുന്നതിൻ്റെ വീഡിയോ ആയിരുന്നെങ്കിൽ അതിനകത്ത് ഒറിജിനലായിട്ട് ആ ഓടിക്കുന്ന ആളിന് പകരം വേറൊരാളെ നമ്മൾ കൊണ്ടുവന്ന് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോയും യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ എന്നുള്ള ഒരു ഭാഗം അവിടെ നീല നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിലായിട്ട് വരുന്നതാണ്, നമുക്കത് കാണാവുന്നതാണ്. അത് നമുക്ക് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ അത് തർജ്ജമ ചെയ്യാൻ പറ്റും, കൺവെർട്ട് ചെയ്യാൻ പറ്റും മലയാളത്തിലോട്ട്. അത് നമുക്ക് പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മലയാളത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അത് മലയാളത്തിൽ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത്
മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഇംഗ്ലീഷ് മലയാളത്തിലോട്ട് കൺവെർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ മലയാളത്തിലാക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് പറയുന്ന ഒറിജിനൽ അല്ലാത്ത ഓഡിയോ എഡിറ്റിങ്. ഒറിജിനൽ അല്ലാത്ത നമ്മുടേതായ സൗണ്ട് അല്ലാതെ AI ആപ്പിൻ്റെ സഹായത്തോടു കൂടി വേറൊരാളുടെ സൗണ്ട്, ഇപ്പം നമ്മുടെ സൗണ്ടിന് പകരം വേറൊരു ലേഡീസിൻ്റെയോ ഒരു ജെൻസിൻ്റെയോ മറ്റൊരു ശബ്ദം നമ്മൾ കൊടുക്കുന്നത്, അതും ഈ ആൾട്ടേഡ് കണ്ടൻറ്റിനകത്ത് വരുന്നതാണ്. അങ്ങനെയുള്ള വീഡിയോകൾ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇതൊക്കെയാണെങ്കിൽ തന്നെ യൂട്യൂബ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ ആൾട്ടേഡ് കണ്ടൻറ്റ് നമ്മൾ യെസ് എന്ന് രേഖപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ വീഡിയോകൾ പിന്നെ മറ്റുള്ള, അതായത് കൂടുതൽ കാഴ്ചക്കാരിലേക്ക് എത്തുന്നതിന് അവർ യൂട്യൂബ് തടസ്സം നിൽക്കത്തില്ല. കൂടുതൽ പേര് കാണുന്നതിന് യൂട്യൂബ് തടസ്സം നിൽക്കത്തില്ല. എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ മോണിറ്റൈസേഷനും ഇത് ബാധകമല്ലെന്നാണ് പറയുന്നത്. മോണിറ്റൈസേഷനും ഇത് ബാധകമല്ല, പൈസ സമ്പാദിക്കുന്നതിനും ഇത് ബാധകമല്ലെന്ന് യൂട്യൂബ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. എന്നാൽ യൂട്യൂബ് പറയുന്ന മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആവുകയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കാനോ അതുപോലെ നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യത യൂട്യൂബ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പിഴ ചുമത്താനുള്ള അധികാരം യൂട്യൂബിനുണ്ടെന്ന് യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ, വീഡിയോ നമ്മൾ തന്നെ ചിത്രീകരിക്കുന്നതാണെങ്കിൽ, നമ്മുടെ കണ്ടൻ്റാണെങ്കിൽ, നടന്ന സംഭവങ്ങളാണെങ്കിൽ, നമ്മുടെ ഫോണിലെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ, ഒറിജിനാലിറ്റി ഉള്ള വീഡിയോ ആണെങ്കിൽ, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണെങ്കിൽ, വ്യക്തികളും നമ്മുടെ അതിൻ്റെ പശ്ചാത്തലവും എല്ലാം ഒറിജിനലാണെങ്കിൽ, നമ്മൾ ഒരിക്കലും അതിനകത്ത് യെസ് കൊടുക്കരുത്, നോ തന്നെ കൊടുക്കാം. നോ കൊടുത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ പരിണത ഫലം എന്ന് ഇതുവരെ ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പം AI ആപ്പൊക്കെ വെച്ച് വീഡിയോ ചെയ്തവരുടെ അവസ്ഥ എന്തുവാണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ യൂട്യൂബ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പിന്നെ AI ആപ്പ് വെച്ചൊക്കെ ഉണ്ടാക്കിയ വീഡിയോകൾ ഇപ്പം ഇങ്ങനെ ആൾട്ടേഡ് കണ്ടെന്ന് പിന്നെ യൂട്യൂബ് കണ്ടെത്തിയാൽ അത് നമ്മുടെ വീഡിയോ ഒരു പിന്നെ ബ്ലാങ്കായിട്ട് കാണിക്കുമെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അതിൻ്റെ സൈഡിൽ കാണിക്കാം. ഈ കാണുന്ന രീതിയിൽ വീഡിയോ കാണുള്ളൂ. നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ കാണുള്ളൂ എന്നാണ് യൂട്യൂബ് പറയുന്നത്. നമ്മൾ മോണിറ്റൈസേഷന് സഹായിക്കുന്ന രീതിയിൽ ഒറിജിനലായിട്ടുള്ള ഒറിജിനൽ വീഡിയോകൾ, ഒറിജിനൽ കണ്ടൻറ്റുകൾ, പശ്ചാത്തലം, വ്യക്തികൾ എല്ലാം ഒറിജിനൽ AI ആപ്പ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഈ പറയുന്ന സിന്തറ്റിക് രീതിയിൽ നിർമ്മിക്കാതെ ഒറിജിനലായിട്ട് നിർമ്മിക്കുക. അതാണ് മോണിറ്റൈസേഷൻ എളുപ്പവും. പിന്നെ ഇതുപോലുള്ള നൂലാമലകളിൽ നമുക്ക് ഒഴിവാകാനും പറ്റും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. പിന്നെ ഇതിനകത്ത് വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഒത്തിരി പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലൊക്കെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയൊക്കെ തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പം നിങ്ങളുടെ സഹായമൊക്കെ ഉണ്ടാവണം. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി മറ്റുള്ള വീഡിയോകളൊക്കെ ഇനി വരുന്ന സമയങ്ങളിൽ ഞാൻ ഇച്ചിരി ക്ലാരിറ്റിയോടൊക്കെ കൂടി സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം ഫോണിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.